നമസ്കാരം. പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹിന്ദു ഐക്യവേദി മാർച്ച് ഇരമ്പി. വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ക്യാമ്പസ് ശുചീകരണം നടന്നു. കയ്യേറ്റ ഭൂമിയിലേക്ക് ഭൂമാഫിയ വിരുദ്ധ സമിതി മാർച്ച് നടത്തി. വാർത്തകൾ വിശദമായി. തിങ്കളാഴ്ച വൈകുന്നേരം ഇരിഞ്ഞാലക്കുട ആൽത്തറയ്ക്കൽ RSS സംഘടിപ്പിച്ച ഭീകരവാദ വിരുദ്ധ സമ്മേളനം തടസ്സപ്പെടുത്താൻ പോലീസ് നടത്തിയ ശ്രമത്തിൽ പ്രതിഷേധിച്ച് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച CI ഓഫീസ് മാർച്ച് പ്രവർത്തകരുടെ ആവശ്യത്താൽ ശ്രദ്ധേയമായി. കൂടൽമാണിക്യം ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ആവേശകരമായ മുദ്രാവാക്യങ്ങളാലും സംഘടനാ സ്വാതന്ത്ര്യം നിഷേധിച്ചതിനെതിരെയുള്ള മുദ്രാവാക്യങ്ങളുമായി ആവേശഭരിതമായിരുന്നു. ഇരിഞ്ഞാലക്കുട കനറ ബാങ്കിന് മുന്നിൽ വെച്ച് DYSP PK രഞ്ജിന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ റോഡിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PK ഹരിദാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ സ്വൈര ജീവിതം താറുമാറാക്കുന്ന ഭീകരവാദത്തിനും ദേശവിരുദ്ധ ശക്തികൾക്കും വിഘടനവാദികൾക്കും എതിരെ കാലങ്ങളായി ഈ നാട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേശീയ പ്രസ്ഥാനങ്ങൾ, ഈ നാട്ടിലെ ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ അവർക്കെതിരെ പ്രതിരോധവും പ്രതിഷേധവുമായി രംഗത്ത് വരുമ്പോൾ അവർക്ക് വിടുപണി ചെയ്തുകൊണ്ട് അവരുടെ പണം പറ്റിക്കൊണ്ട് ഈ നാടിനെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്ന ഉമ്മൻകോശിമാരെ പോലെയുള്ള ആളുകൾ, ടോമിൻ തച്ചങ്കരിയുടെ അളിയന ഉമ്മൻകോശി, ടോമിൻ തച്ചങ്കരി ഈ നാടിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി വിദേശത്ത് പോയി പിണറായി വിജയന് വേണ്ടി ഭീകരവാദികളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയി പണം പറ്റിയിട്ടുള്ള ടോമിൻ തച്ചങ്കരിയെ പോലെയുള്ള ഊച്ചാളികളായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും ഇവിടുത്തെ ദേശീയ പ്രസ്ഥാനങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിന്റെ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ കോളേജ് ക്യാമ്പസ് ശുചീകരണം നടത്തി. യൂണിയന്റെ വിജയദിനത്തോടനുബന്ധിച്ചാണ് കോളേജിൽ ശുചീകരണം നടത്തിയത്. കോളേജ് പ്രിൻസിപ്പൽ റവറന്റ് ഫാദർ ജോസ് തെക്കൻ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ബ്ലെസി MB അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി നവീൻ സ്വാഗതവും മാഗസിൻ എഡിറ്റർ ബിജീഷ് നന്ദിയും പറഞ്ഞു. നഗരസഭാ ചെയർമാൻ പുറമ്പോക്കത്തോട് കയ്യേറിയെന്ന് ആരോപിച്ച് ഭൂമാഫിയ വിരുദ്ധ സമിതി പ്രവർത്തകർ കയ്യേറ്റ ഭൂമിയിലേക്ക് മാർച്ച് നടത്തി. ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് SL നഗറിൽ പുറമ്പോക്കത്തോട് കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് സമാപിച്ചു. മാർച്ചിൽ അജോ ജോൺ, AP ജോസ്, സെൽവരാജ്, രഞ്ജിത്ത് ഇരിഞ്ഞാലക്കുട, ആന്റണി തെക്കേക്കര എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും കയ്യേറിയ തോടിൻ വശങ്ങളിൽ ചെയർമാനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ എഴുതിയ പ്ലേക്കാർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഏവർക്കും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൃത്യമായി കാണാവുന്ന ഒരു കാര്യമാണ് ഈ തോടുപണി. നിങ്ങൾക്കറിയോ, ഇരിഞ്ഞാലക്കുട വില്ലേജ് ഓഫീസിൽ നിങ്ങൾ പോയി പരിശോധിച്ചു നോക്കൂ. ശരാശരി 6 മീറ്റർ വീതിയുള്ള ഒരു തോടായിരുന്നു. ആ തോടാണ് കേവലം 2 മീറ്റർ പോലും വീതിയില്ലാത്ത അവസ്ഥയിലേക്ക് അത് ചുരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഈ ശ്രമം? നമ്മളിപ്പോൾ നിൽക്കുന്നത് ചാക്കോ എന്ന ബിനാമി വസ്തു വാങ്ങിയ വകളിലാണ്. ഈ വകളുടെ വില 20,000 രൂപ സെന്റൊന്നൊക്കെ. അങ്ങനെ 1 ഏക്കർ 10 സെന്റ് ഭൂമിയാണ് ഈ കാണുന്നത്. ഈ 1 ഏക്കർ 10 സെന്റ് ഭൂമി ചാക്കോയെ കൊണ്ട് വാങ്ങിപ്പിച്ച് ചാക്കോയെ കൊണ്ട് അപേക്ഷ സമർപ്പിച്ചു. എന്ത് പറഞ്ഞ്? എനിക്ക് എന്റെ വീടിലേക്കുള്ള വഴി വീതി കൂട്ടണം. കാരണം 2 അടി വീതി മാത്രമേ ആ വരമ്പിനുണ്ടായിരുന്നുള്ളൂ. വളരെ നിഷ്കളങ്കമായ ഒരു ആവശ്യമായിട്ട് പലർക്കും തോന്നിയേക്കാം. നിങ്ങൾ നോക്കൂ, ആരും ജനവാസമില്ല. ആ വീട്ടിലുണ്ടായിരുന്ന പാവപ്പെട്ട ക്യാൻസർ രോഗി ഗോപാലൻ വഴി കിട്ടാതെ ഇവിടുന്ന് വിറ്റുപിറക്കി പോവുകയാണ് ഉണ്ടായത്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.